ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കാശി തമിഴ് സംഗമം പോലുള്ള സംരംഭങ്ങൾ ദേശീയ ഐക്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. ഇന്ത്യയെ ലോകം ഇന്ന് പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ഉറ്റുനോക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി ഓർമ്മിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ധാക്കയിൽ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വർക്കലയിൽ ഉദ്ഘാടനം ചെയ്യും. ഉത്തർപ്രദേശിൽ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനുള്ള സമയക്രമം പരിഷ്കരിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 15 റൺസ് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപതി മുർമു നാളെ സ്കില്ലിംഗ് ഫോർ AI റെഡിനെസ് പദ്ധതിക്ക് കീഴിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിലാണ് ചടങ്ങ്. AI അധിഷ്ഠിത ഭാവിക്കായി ഇന്ത്യയുടെ തൊഴിൽ സേനയെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്കിൽ ദ നേഷൻ ചലഞ്ച് എന്ന ദേശീയ ബോധവൽക്കരണ യജ്ഞവും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ വളർച്ചാ യാത്രയ്ക്ക് ആക്കം കൂട്ടിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വിവിധ മേഖലകളിൽ ഈ വർഷമുണ്ടായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയെ ലോകം ഇന്ന് പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് നോക്കിക്കാണുന്നതെന്ന് പുത്തൻ തലമുറ പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തുണ്ടായ അതിവേഗ പുരോഗതിയെ അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാശി തമിഴ് സംഗമം പോലുള്ള സംരംഭങ്ങൾ ദേശീയ ഐക്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. രാമേശ്വരത്ത് കാശി തമിഴ് സംഗമം 4.0യുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. பாரதி கண்ட கனவு இன்றைக்கு நம்முடைய மாண்புமிகு பாரத பிரதமர் நரேந்திர மோடி அவர்களுடைய தொலைநோக்கு பார்வையால் கூர்மையான திட்டங்களால் நிறைவு பெற்றுக் கொண்டு வருகிறது. எந்த திட்டமாக இருந்தாலும் அது தமிழனுடைய பெருமை நிலைநாட்டுகின்ற வகையிலும் இருக்கிறது, இந்திய தேசத்தினுடைய பெருமையை நிலைநாட்டுகின்ற வகையிலும் இருக்கிறது. കാശിയും തമിഴ്നാട്ടിലെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളും തമ്മിലുള്ള ബന്ധം അതുല്യമാണെന്ന് പരിപാടിയിൽ പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ അഭിപ്രായപ്പെട്ടു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ധാക്കയിൽ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ ഖാലിദ സിയ ഇന്നലെയാണ് അന്തരിച്ചത്. 80 വയസ്സായിരുന്നു. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ട്രയൽ റൺ റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കോട്ട നാഗ്ഡ സെക്ഷനിൽ ട്രെയിൻ മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ ഓടിച്ചതായി ശ്രീ വൈഷ്ണവ് പറഞ്ഞു. ട്രയൽ റണ്ണിന്റെ വീഡിയോ അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ലോകവേദിയിൽ ഇന്ത്യയുടെ ഉയർച്ചയിലെ ഒരു നിർണായക അധ്യായമായിരുന്നു 2025. ഇന്ത്യയുടെ ഉൽപാദന മേഖലയിലെ കുതിപ്പിനെക്കുറിച്ചാണ് പരിഷ്കാരങ്ങളുടെ വർഷമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വ്യാവസായിക സാമ്പത്തിക വികസനത്തിൽ 7.8% വളർച്ച പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് രാജ്യം ഉയർന്നു. പ്രധാന ആഗോള ഉൽപാദന കേന്ദ്രമായി വളർന്ന ഇന്ത്യയിൽ 2200 പുതിയ വിമാനങ്ങൾ കൂടി വന്നതോടെ വ്യോമയാന നിർമ്മാണം ശക്തി പ്രാപിച്ചു. GST 2.0 അവതരിപ്പിച്ചതിന് ശേഷം നിർമ്മാണ ചെലവ് കുറഞ്ഞത് ഉൽപാദന മേഖലയ്ക്ക് ഗുണകരമായതായാണ് വിലയിരുത്തൽ. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വർക്കലയിൽ ഉദ്ഘാടനം ചെയ്യും. ശിവഗിരി തീർത്ഥാടന പുരസ്കാരം ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് മുഖ്യമന്ത്രി സമ്മാനിക്കും. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണനാണ് ഇന്നലെ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തത്. ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമായി. ഇന്നലെ വൈകിട്ട് 5-നാണ് ക്ഷേത്രനട തുറന്നത്. സന്നിധാനത്തും പരിസര പ്രദേശത്തും കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനും തുടർന്നുള്ള കുംഭമാസ പൂജയ്ക്കുമായി ദർശനം നടത്തുന്നതിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 14-നാണ് മകരവിളക്ക് മഹോത്സവം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
യുവ എഴുത്തുകാരെ പ്രചോദിപ്പിക്കുന്നതിനുള്ള പദ്ധതിയായ PM യുവ 3.0 മത്സരത്തിന്റെ ഫലങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രഖ്യാപിച്ചു. 22 ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷിലുമുള്ള 43 പുസ്തകങ്ങളാണ് ഈ പതിപ്പിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ എഴുത്തുകാരനും പ്രതിമാസം 50,000 രൂപ സ്കോളർഷിപ്പും പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന് 10% ആജീവനാന്ത റോയൽറ്റിയും നൽകും. ഉത്തർപ്രദേശിൽ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനുള്ള സമയക്രമം പരിഷ്കരിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരട് വോട്ടർ പട്ടിക ജനുവരി 6-ന് പ്രസിദ്ധീകരിക്കുമെന്ന് UP ചീഫ് ഇലക്ടറൽ ഓഫീസർ നവ്ദീപ് റിൻവ പറഞ്ഞു. കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. വിശദാംശങ്ങളിലേക്ക്. ഉത്തർപ്രദേശിൽ പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള സമയപരിധി ഫെബ്രുവരി 6 വരെ നീട്ടി. UPയിലെ അന്തിമ വോട്ടർ പട്ടിക മാർച്ച് 6-ന് പ്രസിദ്ധീകരിക്കും. അതേസമയം കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. പശ്ചിമബംഗാളിൽ 60 വയസ്സിന് മുകളിലുള്ള മാപ്പ് ചെയ്യാത്ത വോട്ടർമാരുടെ വീടുകളിലെത്തി SIR സംബന്ധിച്ച സഹായങ്ങൾ ഉറപ്പാക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചു. ക്യാമ്പുകളിലെ ഹിയറിംഗുകളിൽ പ്രായമായവരും രോഗികളുമായ വോട്ടർമാർ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ TMC പ്രതിനിധി സംഘം പശ്ചിമബംഗാൾ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നേരിട്ട് കണ്ടാണ് ആവശ്യമുന്നയിച്ചത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 15 റൺസ് ജയം. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. നിശ്ചിത ഓവറിൽ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് നേടിയപ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസ് നേടാനേ ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞുള്ളൂ. 42 പന്തുകളിൽ നിന്ന് 68 റൺസ് നേടിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറാണ് കളിയിലെ താരം. ഷഫാലി വർമ്മയാണ് ടൂർണമെന്റിലെ താരം. ദോഹയിൽ നടന്ന ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ അർജുൻ എരിഗേസിക്ക് വെങ്കലം. സെമിയിൽ ഉസ്ബെക്കിസ്ഥാൻ താരം നോദിർബക് അബ്ദുസത്തറോവിനെതിരെ പരാജയപ്പെട്ടതോടെയാണ് അർജുന്റെ പോരാട്ടം വെങ്കല നേട്ടത്തിൽ കലാശിച്ചത്. നിലവിലെ ചാമ്പ്യൻ മാഗ്നസ് കാൾസനാകും ഫൈനലിൽ അബ്ദുസത്തറോവിന്റെ എതിരാളി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ 2026 ജനുവരി 1 മുതൽ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. പുതുവത്സര ആഘോഷം പ്രമാണിച്ച് താമരശ്ശേരി ചുരത്തിൽ നാളെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. ചുരത്തിലെ കടകൾ നാളെ വൈകിട്ട് 7 മണിക്ക് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകി. ചുരത്തിൽ കൂട്ടം കൂടാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ഇന്നലെ കൊച്ചിയിലായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. ബീഹാർ, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ, പശ്ചിമബംഗാൾ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മൂടൽമഞ്ഞ് കാരണം ഏകദേശം 25 ട്രെയിനുകൾ 3 മണിക്കൂറിലധികം വൈകിയതായി ഇന്ത്യൻ റെയിൽവേയുടെ ഡൽഹി ഡിവിഷൻ അറിയിച്ചു. ഗസ മുനമ്പിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം. സെൻട്രൽ ഗസയിലെ മഖസി ക്യാമ്പ്, ബൈത്ത് ലഹിയ, റഫ നഗരത്തിന്റെ വടക്കൻ പ്രദേശം, ഖാൻ യൂണിസ് നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണമുണ്ടായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ എത്തിച്ചേർന്ന വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണിതെന്ന് ഗസ വൃത്തങ്ങൾ ആരോപിച്ചു. 400 വർഷത്തെ തപാൽ പാരമ്പര്യത്തിന് ഡെൻമാർക്ക് വിരാമമിടുന്നു. ഡിജിറ്റൽ ആശയവിനിമയത്തിന്റെ പ്രചാരം കൂടിയത് തപാൽ സേവനത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ആഴ്ചയോടെ തപാൽ സംവിധാനം അവസാനിക്കുന്നത്. ഇതോടെ പരമ്പരാഗത മെയിൽ പൂർണ്ണമായും നിർത്തലാക്കുന്ന ആദ്യ രാജ്യമായി ഡെൻമാർക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള പരീക്ഷാ പേ ചർച്ചയുടെ 9ാമത് പതിപ്പിന്റെ രജിസ്ട്രേഷൻ 2,92,00,000 കടന്നു. 6 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ജനുവരി 11 വരെ മൈഗോവ് പ്ലാറ്റ്ഫോമിലൂടെ പരിപാടിയിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കാശി തമിഴ് സംഗമം പോലുള്ള സംരംഭങ്ങൾ ദേശീയ ഐക്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയെ ലോകം ഇന്ന് പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ഉറ്റുനോക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി ഓർമ്മിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് ധാക്കയിൽ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വർക്കലയിൽ ഉദ്ഘാടനം ചെയ്യും. ഉത്തർപ്രദേശിൽ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനുള്ള സമയക്രമം പരിഷ്കരിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 15 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.